എല്ലാവർക്കും ഇൻസൈറ്റ് PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിംസ് പരീക്ഷയുടെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയുമാണ് ഈ ഒരു സീരീസിനകത്ത് പറയുന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ നിന്ന് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കഴിഞ്ഞ 10th പ്രിലിംസിന് കൂടുതലും 2022, 23, 24 കാലഘട്ടങ്ങളിലെ ചോദ്യങ്ങളാണ് വന്നത്. എങ്കിലും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും കൂടെ ഈ പരീക്ഷയിൽ പറയുന്നുണ്ട്. ഈ പരീക്ഷയുടെ കറണ്ട് അഫയേഴ്സിലെ ഡീറ്റെയിലിനകത്ത് പറയുന്നുണ്ട്. സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏതെല്ലാം? അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി മെസ്സിയെ തെരഞ്ഞെടുത്തു. ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. കിലിയം എംബാപ്പ ഗോൾഡൻ ബൂട്ട് നേടി. ഇതിലെ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതാണ്? അർജന്റീന 3ാമതും കപ്പ് നേടി, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് മെസ്സിയെ തിരഞ്ഞെടുക്കപ്പെട്ടു, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി, അത് തെറ്റായ പ്രസ്താവനയാണ്. കിലിയം എംബാപ്പ ഗോൾഡൻ ബൂട്ട് നേടി, ശരിയാണ്. 1, 2, 4 ശരി. ആൻസർ ഏതാണ്? ബി ഓപ്ഷൻ ആണ് ശരി. സോ നമുക്ക് അതിന്റെ കണക്റ്റിംഗ് ഫാക്ട് ഒന്ന് പഠിച്ചു പോവാം. ഫിഫയെ പറ്റി പറയുകയാണെങ്കിൽ ഫിഫയുടെ ഫുൾ ഫോം എന്താണ്? ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ആണ്. ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ആണ്. ഇനി ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1904 മെയ് 21. 1904 മെയ് 21 ഫിഫ സ്ഥാപിതമായത്. സൂറിച്ച് സ്വിറ്റ്സർലൻഡ് ആണ് ഇതിന്റെ ആസ്ഥാനം. സൂറിച്ച് സ്വിറ്റ്സർലൻഡ് ആണ് ഇതിന്റെ ആസ്ഥാനം. ജിയാനിയോ ഇൻഫന്റോ ആണ് നിലവിലെ പ്രസിഡന്റ്. ജിയാനിയോ ഇൻഫന്റോ ആണ് നിലവിലെ പ്രസിഡന്റ്. ഇനി ഈ വേൾഡ് കപ്പ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. എത്ര വർഷമാണ്? 4 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ ഫുൾ ഫോം പഠിച്ചല്ലോ. ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ആണ്. ഏത് വർഷമാണ്? 1904 സ്ഥാപിതമായത്. സൂറിച്ച് സ്വിറ്റ്സർലൻഡ്. ഓർത്തു വയ്ക്കുക, സൂറിച്ച് സ്വിറ്റ്സർലൻഡ് ആണ്. 4 വർഷം കൂടുമ്പോഴാണ് ഇതിന്റെ ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്നത്. സോ അടുത്തയിലേക്ക് വന്ന ആദ്യമായിട്ട് വേൾഡ് കപ്പ് നടന്നത് 1930 ഉറുഗ്വേയിലാണ് വിജയിച്ചത്. ഉറുഗ്വേയാണ് വിജയിച്ചത്. ഓർത്തു വെക്കണേ, ഉറുഗ്വേയാണ് വിജയിച്ചത്. റണ്ണറപ്പ് അർജന്റീനയായിരുന്നു. റണ്ണറപ്പ് ആരായിരുന്നു? അർജന്റീനയായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് നടന്നത് 1930 വിജയിച്ച ടീം ഏതാണ്? അത് ഉറുഗ്വേയാണ്. റണ്ണറപ്പ് അർജന്റീനയാണ്. ഏറ്റവും കൂടുതൽ വിജയിച്ചത്, ഈ ലോകകപ്പ് ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്, 5 തവണ. ഓക്കെ, ഏറ്റവും കൂടുതൽ നേടിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. 1958, 62, 70, 94, 2002 എന്നീ വർഷങ്ങളിൽ ബ്രസീൽ ലോകകപ്പ് നേടിയിട്ടുണ്ട്. ഇനി അടുത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2022 ലോകകപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 22ാമത്തെ എഡിഷൻ ആയിരുന്നു. 22ാമത്തെ എഡിഷൻ ആയിരുന്നു. ഇനി മിഡിൽ ഈസ്റ്റിലെ ആദ്യമായിട്ട് ഒരു വേൾഡ് കപ്പ് നടക്കുന്ന ആദ്യമായിട്ടായിരുന്നു. ഏതായിരുന്നു? 2022 എവിടെ വെച്ചായിരുന്നു? ഖത്തറിൽ വെച്ചായിരുന്നു. ഖത്തറിൽ, മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ. ഇനി എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? 2022 നവംബർ 20 മുതൽ ഡിസംബർ 18 വരെയായിരുന്നു. നവംബർ 20 മുതൽ ഡിസംബർ 18 വരെയായിരുന്നു. ടീമുകളുടെ എണ്ണം 32 ആകെ ഗോളുകൾ നേടിയത് 172 172. ഫൈനലിന്റെ വേദി ഏതായിരുന്നു? ലുസേൽ സ്റ്റേഡിയം ആയിരുന്നു ഫൈനലിന്റെ വേദി എന്ന് പറയുന്നത്. ഈ ഭാഗ്യചിഹ്നം ഏതാണ്? ലൈബ് എന്ന് പറയുന്നതാണ്. ലൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ സ്കിൽഡ് പ്ലെയർ എന്നാണ് ഇതിന്റെ അർത്ഥം. സൂപ്പർ സ്കിൽഡ് പ്ലെയർ എന്നാണ് അർത്ഥം. ഓർത്തു വെക്കുക, 22ാമത്തെ പതിപ്പായിരുന്നു. ആ കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കണേ. ഇനി ഖത്തർ ആയിരുന്നു എന്ന കാര്യം നമുക്കറിയാം. PYQ ആണ്. ടീമുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 32. ടീമുകളുടെ എണ്ണം എത്രയാണ്? 32. ഇനി വിജയിച്ചത് ആരാണ്? അത് അർജന്റീനയാണ് വിജയിച്ചത്. അർജന്റീനയാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് വിജയിച്ചത്. അല്ലെ? ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. റണ്ണറപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസ് ആണ്. റണ്ണറപ്പ് ആരാണ്? ഫ്രാൻസ് ആണ്. 2ാം സ്ഥാനം. 2ാം സ്ഥാനം ആർക്കാണ്? ഫ്രാൻസിനാണ്. 3ാം സ്ഥാനം ഏതാ? ക്രൊയേഷ്യയാണ് 3ാം സ്ഥാനം. 4ാം സ്ഥാനം ഏതാ? മൊറോക്കയാണ് 4ാം സ്ഥാനം. എന്താണ് ഈ മൊറോക്കയുടെ പ്രത്യേകത? ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന
ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ്. ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്ക. ഇനി പ്ലെയർ ഓഫ് ദ അവാർഡ് നേടിയ രാജ്യം ഏതാണ്? അത് ഇംഗ്ലണ്ടാണ്. പ്ലെയർ ഓഫ് ദ അവാർഡ് നേടിയ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. പഠിച്ച കാര്യം നോക്കാം. വിജയിച്ചത് ആരാണ്? അർജന്റീനയാണ്. റണ്ണറപ്പ് ഫ്രാൻസ് ആണ്, 2ാം സ്ഥാനമാണ്. ഇനി 3ാം സ്ഥാനം ക്രൊയേഷ്യയാണ്. 4ാം സ്ഥാനം ഏതാണ്? അത് മൊറോക്കയാണ്. 4ാം സ്ഥാനം. ഓർത്തു വെക്കുക, ലോകകപ്പ് സെമി ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ്. പ്ലെയർ ഓഫ് ദ അവാർഡ് നേടിയത് ഇംഗ്ലണ്ടാണ് എന്ന കാര്യം അറിഞ്ഞു വെക്കുക. ഇനി ഗോൾഡൻ ബോൾ നേടിയത് ആരാണ്? മികച്ച താരം ആരാണ്? അത് ലയണൽ മെസ്സിയാണ്, അല്ലേ? ഗോൾഡൻ ബോൾ നേടിയത് ലയണൽ മെസ്സിയാണ്, അർജന്റീനൻ താരമാണ്. ഇനി അടുത്തത് ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? അതാണ് കിലിയൻ എംബാപ്പയാണ്. എത്ര ഗോൾ നേടിയിട്ടുണ്ട്? 8 ഗോൾ നേടി ടോപ്പ് സ്കോർ ആയിട്ട് ഗോൾഡൻ ബൂട്ട് നേടി. കിലിയൻ എംബാപ്പെ ഏത് രാജ്യക്കാരനാണ്? അത് ഫ്രാൻസ് ആണ്. ഫൈനലിൽ ഹാട്രിക് നേടിയതും ഇദ്ദേഹമാണ് കേട്ടോ. ഓക്കെ. ഇനി ഗോൾഡൻ ഗ്ലൗ നേടിയത് ഇത് PYQ ആണ് കേട്ടോ. ഇത് PYQ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. എമിലിയാനോ മാർട്ടിനസ് ആണ്. എമിലിയാനോ മാർട്ടിനസ് ആണ് ഏത് കിട്ടിയത്? ഗോൾഡൻ ഗ്ലൗ കിട്ടിയത്. അത് ഏത് രാജ്യമാണ്? അത് അർജന്റീനയാണ്. ഏത് രാജ്യമാണ്? അർജന്റീനയാണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണേ. ഈ 3 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും. ഗോൾഡൻ ബോള് അത് ലയണൽ മെസ്സിക്കാണ്. ഗോൾഡൻ ബൂട്ട് അത് കിലിയൻ എംബാപ്പെ ഫ്രാൻസ് ആണ്. ഗോൾഡൻ ഗ്ലൗ കിട്ടിയത് എമിലിയാനോ മാർട്ടിനസ് ആണ്. അത് അർജന്റീനയാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി അർജന്റീനയ്ക്ക് കിട്ടിയ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്? 3 തവണയാണ് വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. വർഷങ്ങൾ നോട്ട് ചെയ്യുക. 1978, 86, 2022. 78, 86, 2022. ഇനി റണ്ണറപ്പ് ആയിട്ടുള്ള 2ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള വർഷങ്ങളാ? 1930 ആദ്യമായിട്ട് വേൾഡ് കപ്പ് നടന്നില്ലേ, ആ ഒരു വർഷം. പിന്നെ 1990, 2014. ഇനി 22 ക്യാപ്റ്റനായിരുന്നു, അർജന്റീനയുടെ ക്യാപ്റ്റനായിരുന്നു ലയണൽ മെസ്സി എന്ന കാര്യം ഓർക്കുക. ഇനി മെസ്സിയുടെ പ്രത്യേകത എന്താണ്? 2 തവണ ഗോൾഡൻ ബോൾ നേടിയ ഏക താരമാണ്. 2 തവണ ഗോൾഡൻ ബോൾ കിട്ടി. 2014 റണ്ണറപ്പ് ആയ സമയത്തും 2022 വിജയിച്ച സമയത്തും എന്ത് കിട്ടി? ഗോൾഡൻ ബോൾ കിട്ടി. ആർക്ക്? മെസ്സിക്ക് കിട്ടി എന്ന കാര്യം ഓർക്കുക. അപ്പൊ എന്താണ്? എത്ര തവണയാണ്? 3 തവണ. 78, 86, 2022. റണ്ണറപ്പ് ആയിട്ടുള്ള 1930, 90, 2014. ഓക്കെ, അടുത്തതിലേക്ക് വരാം. ഇനി നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിലെ വേദികൾ എവിടേക്കാണെന്ന് നോക്കാം. 2026 വേൾഡ് കപ്പ് നടക്കുന്നത് USA, കാനഡ, മെക്സിക്കോയാണ്. ഓക്കെ, USA, കാനഡ, മെക്സിക്കോയാണ്. 48 ടീമുകളുണ്ട്. ഓർത്തു നോക്കുക, 48 ടീമുകളുണ്ട്. ആദ്യമായിട്ടാണ് 48 ടീമുകൾ വരുന്നത്. ആദ്യമായിട്ട് തന്നെയാണ് 3 രാജ്യങ്ങൾ സംയുക്തമായിട്ട് ഇതിന് ആതിഥ്യം വഹിക്കുന്നത്. ഓർത്തു വെച്ചേക്കണേ. അപ്പൊ 2026 അടുത്ത വർഷം എവിടെ വെച്ചാണ്? USA, കാനഡ, മെക്സിക്കോ. എത്ര ടീമുകളുണ്ട്? 48 ടീം. ഇനി 2030 എവിടെയാണ്? അത് സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കയാണ്. സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കയാണ്. അതായത് ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളറിയാലോ 1930 ആദ്യത്തെ വേൾഡ് കപ്പ് നടന്നത്, അല്ലെ? ഉറുഗ്വേയാണ് വിജയിച്ചത്. അതിന്റെ 100ാമത്തെ വാർഷികമാണ്. വേൾഡ് കപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ്? 100ാമത്തെ വാർഷികമാണ് 2030. 3 ഭൂഖണ്ഡങ്ങളിൽ വെച്ചാണ് കേട്ടോ. 3 ഭൂഖണ്ഡങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. ഓർത്തോ, യൂറോപ്പ്, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, 3 ഭൂഖണ്ഡങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. 2034 വീണ്ടും ഏഷ്യയിലേക്ക് വരികയാണ്. സൗദി അറേബ്യയിലാണ്. ഓർത്തു വെക്കുക, സൗദി അറേബ്യയിലാണ്. 3ാം തവണയാണ് ഏഷ്യയിൽ നടക്കുന്നത് കേട്ടോ. 3ാം തവണയാണ് ഏഷ്യയിൽ വേൾഡ് കപ്പ് നടക്കുന്നത്. കാര്യം കിട്ടിയല്ലോ. ഇനി 2022 മുതൽ 23 മുതൽ 24, 25 വരെയുള്ള മത്സരങ്ങളിൽ, ഫിഫയുടെ മത്സരങ്ങളിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ആരൊക്കെയാണ് വിജയിച്ചതെന്ന് അറിഞ്ഞു വെക്കുക. 2023 ഫിഫയുടെ വുമൺസിന്റെ വേൾഡ് കപ്പിൽ വിജയിച്ചത് സ്പെയിനാണ്. ഓർത്തു വെക്കുക, വുമൺസിന്റെ വേൾഡ് കപ്പാണെന്ന് മറന്നു പോവല്ലേ. വുമൺസിന്റെ വേൾഡ് കപ്പാണ്. അതാരാണ് വിജയിച്ചത്? സ്പെയിനാണ് വിജയിച്ചത്. ഇംഗ്ലണ്ടാണ് റണ്ണറപ്പ്. 2023 യുവേഫ നാഷണൽ ലീഗ് പുരുഷന്മാരുടെ വിജയിച്ചതും സ്പെയിന് തന്നെയാണ്. പരാജയപ്പെടുത്തിയത് ക്രൊയേഷ്യയാണ് പരാജയപ്പെടുത്തിയത്.
ഇനി 2023-24 ഫിഫയുടെ അണ്ടർ 17 വേൾഡ് കപ്പ് നേടിയത് ആരാണ്? ജർമ്മനിയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഫ്രാൻസിനെയാണ്. റണ്ണറപ്പ് ആരാണ്? ഫ്രാൻസ് ആണെന്ന് ഓർക്കുക. റണ്ണറപ്പ് ഫ്രാൻസ് ആണ്. വിജയിച്ചത് ആരാണ്? ജർമ്മനി. ജർമ്മനി ഇമ്പോർട്ടൻ്റ് ആണ്. 2024 യുവേഫ യൂറോ കപ്പ് വിജയിച്ചത് ആരാണ്? അത് സ്പെയിനാണ് വിജയിച്ചത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി കോപ്പ അമേരിക്ക 2024 വിജയിച്ചത് ആര് തന്നെയാണ്? അർജന്റീന തന്നെയാണ്. ഓക്കെ, കൊളംബിയാണ് പരാജയപ്പെടുത്തിയത്. റണ്ണറപ്പ് ആരാണ്? കൊളംബിയ ആണ് എന്ന കാര്യം ഓർക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണേ. 2023 വുമൺസിന്റെ ഫിഫയുടെ വേൾഡ് കപ്പ് നടന്നത് സ്പെയിനിലാണ്. വിജയിച്ചത് സ്പെയിനാണ്. യുവേഫ നാഷണൽ ലീഗ് പുരുഷന്മാരുടെ സ്പെയിനാണ് വിജയിച്ചത്. അണ്ടർ 17 വേൾഡ് കപ്പ് ജർമ്മനിയാണ് വിജയിച്ചത്. യൂറോ കപ്പ് സ്പെയിനാണ്. ദെൻ അതുപോലെ യൂറോ കപ്പ് സ്പെയിനാണ്. കോപ്പ അമേരിക്ക വിജയിച്ചത് ആരാണ്? അർജന്റീനയാണ്. കോപ്പ അമേരിക്ക വിജയിച്ചത് അർജന്റീനയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ റാങ്കിങ് കൂടെ ഒന്ന് പഠിച്ചു നോക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് ഒക്ടോബർ മാസം വരെയുള്ള റാങ്കിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, 1-ാം സ്ഥാനം സ്പെയിനാണ്. 2-ാം സ്ഥാനം അർജന്റീനയാണ്. 3-ാം സ്ഥാനം ഫ്രാൻസിനാണ്. ഓക്കെ, 1-ാം സ്ഥാനം ആർക്കാണ്? സ്പെയിന്. 2-ാം സ്ഥാനം ഏതാണ്? അർജന്റീന. 3-ാം സ്ഥാനം ഫ്രാൻസിനാണ്. ഇന്ത്യയുടെ സ്ഥാനം പഠിച്ചേ 136 ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 136 ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തണം. അതിനു വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോകത്ത് ആദ്യമായിട്ട് 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏത്? 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ആൻസർ ഏതാണ്? ആൻസർ ചൈനയാണ്. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് എന്തൊക്കെ കാര്യങ്ങളെന്ന് നോക്കി വെക്കാം. ലോകത്ത് ആദ്യമായിട്ട് 3D പ്രിന്റർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതാണ്? അത് ജപ്പാനാണ്. ലോകത്ത് ആദ്യമായിട്ട് 3D പ്രിന്റ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതാണ്? അത് ജപ്പാനാണ്. ലോകത്ത് ആദ്യമായി 6G ഉപഗ്രഹങ്ങൾ ഉപകരണങ്ങൾ ഏതാണ്? ഈ ഉപകരണങ്ങളിലെ മൊബൈൽ പോലുള്ള മറ്റു ഉപകരണങ്ങളുണ്ട്, അത് കൊണ്ടുവന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? അത് ജപ്പാനാണ്. ഓർത്തു വെക്കുക. ഉപകരണങ്ങൾ കൊണ്ടുവന്ന രാജ്യം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ജപ്പാനാണ്. ഇനി തടി കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് കൊണ്ടുവന്നത് ലിഗ്നോസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് നിർമ്മിച്ചത് ആരാണ്? ജപ്പാനാണ്. PYQ ആണ്, പഠിച്ചു വെച്ചേക്കണേ. തടി കൊണ്ടുള്ള ഉപഗ്രഹം നിർമ്മിച്ച സാറ്റലൈറ്റ് നിർമ്മിച്ച രാജ്യം ഏതാണ്? അത് ജപ്പാനാണ്. ഇനി മീഥേൻ ഇന്ധനം ഉപയോഗിച്ച് ആദ്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. മീഥേൻ ഇന്ധനം ഉപയോഗിച്ച് ആദ്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ദക്ഷിണ ചൈന കടലിൽ ആദ്യത്തെ ആഴക്കടൽ ബഹിരാകാശ നിലയം ഡീപ്പ് വാട്ടർ സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചു. ആര് നിർമ്മിച്ചു? ചൈന നിർമ്മിച്ചു. ഇപ്പൊ ചോദിക്കാം, ആഴക്കടലിൽ ബഹിരാകാശ നിലയം ഡീപ്പ് വാട്ടർ സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏത്? അത് ചൈനയാണ്. ഇതായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചത്. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണെന്ന്? അതേതാണ്? ചൈനയാണ്. പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിച്ച ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഇനി സർക്കാർ ധനസഹായമുള്ള ലോകത്തിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് പുറത്തിറക്കിയത് ഇന്ത്യയാണ്. ഭാരത് AN എന്നാണ്. ഭാരത് AN ഓർത്തു വെച്ചേക്കണേ. ഇനി അടുത്തത്, മനുഷ്യരിൽ പന്നിയുടെ വൃക്ക വിജയകരമായിട്ട് മാറ്റിവെച്ച് ആരാണ്? USA ആണ്. വൃക്ക അതുപോലെ തന്നെ പന്നിയുടെ ശ്വാസകോശം മാറ്റിവെച്ചത് എവിടെയാണ്? അത് ചൈനയിലാണ്. പന്നിയുടെ ശ്വാസകോശം മനുഷ്യരിലേക്ക് വെച്ചത് അവിടെയാണ്. അത് ചൈനയാണെന്ന് ഓർക്കുക. ഇനി അടുത്തത്, കോട്ട ബേബി എന്നറിയപ്പെടുന്ന നവജാത ശിശുക്കൾക്കായിട്ട് കോട്ടം ബേബി എന്നറിയുന്ന നവജാത ശിശുക്കൾക്ക് ഒരു മലേറിയയുടെ മരുന്ന്, നവജാത ശിശുക്കൾക്കായിട്ട് ആദ്യമായിട്ട് മലേറിയയുടെ മരുന്ന് കൊണ്ടുവന്നത് ആർക്കാണ്? അത് സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിറ്റ്സർലൻഡ്. ഇനി അടുത്തത്, സൗദി അറേബ്യയിലാണ് ഒളിമ്പിക്സിന്റെ സ്പോർട്സ് വേദിയാവുന്നത്. ഓർത്തു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഒളിമ്പിക് സ്പോർട്സ് വേദിയാകുന്നത് എവിടെയാണ്? അതെവിടെയാണ്? ആദ്യമായിട്ടാണ്
ഇ സ്പോർട്സ് എവിടെ 2027 സൗദി അറേബ്യയിലാണ്. ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയും കറുത്ത വംശജനും ആരാണ്? ക്രിസ്റ്റി കാവൻട്രി ആണ്. ഓർക്കുക, ക്രിസ്റ്റി കാവൻട്രി ആണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ പന്നിയുടെ വൃക്ക വിജയകരമായിട്ട് മാറ്റിവെച്ചത് എവിടെയാണ്? US ആണ്. ഇനി അതുപോലെ തന്നെ നവജാത ശിശുക്കൾക്കായിട്ട് ആദ്യത്തെ മലേറിയ മരുന്ന് കോട്ടം ബേബി എന്ന് അംഗീകരിച്ചത് ആരാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഇനി ക്രിസ്റ്റി കാവൻട്രി എന്താണ്? ആദ്യത്തെ എന്താണ് നമ്മുടെ ഒളിമ്പിക്സിന്റെ പ്രസിഡന്റ് ആകുന്ന വനിതയാണ്. ആഫ്രിക്കൻ വംശകനാണ്. ഓർത്തു വെക്കുക, ആഫ്രിക്കൻ. അതുപോലെ തന്നെ സൗദി അറേബ്യയാണ് എന്താണ് ഒളിമ്പിക്സിന്റെ ഈ സ്പോർട്സ് വേദിയാകുന്നത് 2027 വേദിയാകുന്നത് എവിടെയാണ്? സൗദി അറേബ്യയാണ് എന്ന കാര്യം കൂടെ ഓർക്കുക. ഇനി അടുത്തത്, $4 ട്രില്യൺ വിപണി മൂല്യം കൈവരിച്ച ലോകത്തിലെ ആദ്യത്തെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് എൻവിഡിയ. ഓക്കെ, ഒന്ന് ഓർത്തു വെച്ചേക്കണേ. ഓക്കെ, എൻവിഡിയ ആണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ലോകത്തിലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് എൻവിഡിയ വന്നിട്ടുണ്ട്. ഓക്കെ, IPO വഴി ഏറ്റവും കൂടുതൽ ഫണ്ട് സമാഹരിച്ച ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. കേട്ടോ, IPO വഴി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് സമാഹരിച്ച ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനി ജീനോം എഡിറ്റിംഗ് ഉപയോഗിച്ച് അരി ഇനങ്ങൾ അല്ലെങ്കിൽ നെല്ലിനങ്ങൾ വികസിപ്പിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഓർത്തു വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജീനോം എഡിറ്റിംഗ് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എഡിറ്റിംഗ് വിദ്യ ഉപയോഗിച്ച് അരി ഇനങ്ങൾ വികസിപ്പിച്ച ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ ടൂറിസം പേയ്മെന്റ് സംവിധാനം ആരംഭിച്ചതാണ് ഭൂട്ടാൻ. ഓർത്തു വെക്കുക, ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ ടൂറിസം പേയ്മെന്റ് സംവിധാനം കൊണ്ടുവന്നത് ഏതാണ്? ഭൂട്ടാനാണ്. ഇനി അടുത്തത്, താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യം. അത് ആ ഒരു സമയത്തുള്ളതാണ്, 2022 സമയത്താണ്. അത് റഷ്യയായിരുന്നു. ഇനി എന്താണ്? ദക്ഷിണ കൊറിയ വീണ്ടും എന്തോടെ ആദ്യമായിട്ട് ഒരു ബഹിരാകാശ ഏജൻസി സ്ഥാപിച്ചു. അതിന്റെ പേരെന്താണ്? കൊറിയ എയർ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. കൊറിയ എയർ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ദക്ഷിണ കൊറിയ ആദ്യമായിട്ട് ഒരു ബഹിരാകാശ ഏജൻസി സ്ഥാപിച്ചു എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ ഫ്ലെക്സിബിൾ സോളാർ പാനൽ വന്നത് ഏത് രാജ്യത്താണ്? ഓക്കെ, അത് UK യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. ഓർത്തു വെച്ചേക്കണം, ലോകത്തിലെ ആദ്യത്തെ ഫ്ലെക്സിബിൾ സോളാർ പാനൽ. ഇനി അന്റാർട്ടിക്കയിൽ വാനനിരീക്ഷണത്തിനും അല്ലെങ്കിൽ അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു. അത് ആരാണ്? ചൈനയാണ്. അന്റാർട്ടിക്കൻ കാലാവസ്ഥ അന്റാർട്ടിക്കയിലെ ഗവേഷണത്തിലുള്ള ആദ്യത്തെ കേന്ദ്രമാണ് ചൈന. എവിടെ? അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചത്. ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലാണ്, മഹാരാഷ്ട്രയിലാണ്. ഇനി നേത്രരോഗങ്ങൾക്കായി ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സമഗ്രമായിട്ടുള്ള സർക്കാർ പരിപാടിയാണ് നയനാമൃതം 2.0. നയനം അമൃതം 2.0. ഓക്കെ, അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഫ്ലെക്സിബിൾ സോളാർ വന്നത് എവിടെയാണ്? അത് UK ആണ്. ഓർത്തു വെക്കുക. ഇനി അന്റാർട്ടിക്കയിൽ ഏത് രാജ്യമാണ് വാനനിരീക്ഷണ കേന്ദ്രം കൊണ്ടുവന്നത്? അത് നമ്മുടെ ചൈനയാണ്. ഇനി ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സമഗ്രമായിട്ടുള്ള സർക്കാർ പരിപാടിയാണ് നയന അമൃതം 2.0. ഓർത്തു വെക്കുക. ഇനി കുഷ്ഠരോഗം ഇല്ലാതാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ്. ഓർത്തു വെക്കുകയാണേ, നമ്മുടെ WHO ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ജോർദാൻ. ഓക്കെ, കുഷ്ഠരോഗം ഇല്ലാതാക്കിയ ആദ്യത്തെ രാജ്യമാണ് ജോർദാൻ. മറന്നുപോലെ ജോർദാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലും ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണത്തെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത. 2023 നോബൽ സമ്മാനമാണ് ചോദിച്ചിരിക്കുന്നത്. 2023. അപ്പോൾ ആൻസർ ഏതാണ്? ഏതാണ്? ക്ലോഡിയ ഗോൾഡിൻ ആണ്. ഓപ്ഷൻ ബി ആണ്. ക്ലൗഡിയ ഗോൾഡിൻ, ഓപ്ഷൻ ബി. 2023 നമുക്ക് 23, 24 നോബൽ സമ്മാനം നോക്കാം. 25 നോബൽ സമ്മാനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. കോഡ് സഹിതമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ 2023 നോബൽ സമ്മാനം ഒന്ന് നോക്കാം. 2023 മെഡിസിൻ ആർക്കൊക്കെയാണ്? 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കെയാണ്? കാറ്റ്ലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ.
കാറ്റ്ലിൻ കാരിക്കോ, ഡ്രൂ വീസ്മാൻ ആണ്. 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആരാണ്? ഹംഗറിയും USA ആണ്. രാജ്യങ്ങൾ ഹംഗറി, USA ആണ്. COVID-19 mRNA വാക്സിനുകൾ വികസിപ്പിച്ചതിന് വേണ്ടിയാണ്. അപ്പം കാറ്റ്ലിൻ കാരിക്കോ ഒന്നാമത്തെ ആള്, രണ്ടാമത്തെയാണ് ഡ്രൂ വീസ്മാൻ. 2 പേരുടെ പേര് പഠിച്ചു നോക്കണേ. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? COVID-19 mRNA വാക്സിനുകൾ വികസിപ്പിച്ചതിന് വേണ്ടി. ഫിസിക്സിന് ആർക്കാണ് കിട്ടിയ? ഭൗതിക ശാസ്ത്രത്തിന് ആരാ? 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? 1 പിയറി അഗസ്റ്റിനി, 2 ഫെറിൻ ക്രോസ്, മൂന്നാമത്തെ ഏതാടാ? ആനി ലുഹേലർ. ഓർത്ത് വെച്ചേക്കണേ. പിയറി അഗസ്റ്റിനി, ഫെറിൻ ക്രോസ്, ദെൻ ആനി ലുഹേലർ. അപ്പൊ എന്തിനു വേണ്ടിയാണ്? ദ്രവ്യത്തിന്റെ ഇലക്ട്രോണിക്സ് ഡൈനാമിക്സ് പഠനത്തിനുള്ള അറ്റോ സെക്കൻഡ്, ഇത് PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. അറ്റോ പൾസ് സെക്കൻഡിന്റെ സൃഷ്ടിക്കൽ വേണ്ടിയാണ്. അപ്പം ദ്രവ്യത്തിലെ ഇലക്ട്രോണിക്സ് ഡൈനാമിക്സ് പഠനത്തിലെ അറ്റോ സെക്കൻഡ് പൾസ് ആണ്. ഇനി അടുത്ത രസതന്ത്രം ആരാണ്? മോങ്കി ജി ബവണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സി എക്സിമോവ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ മൊങ്കി ജി ബവണ്ടി, ദെൻ രണ്ടാമത്തെ ലൂയിസ് സി ബ്രൂസ്, മൂന്നാമത്തെ അലക്സ് ഇ എക്കിമോവ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു പരീക്ഷണം. രസതന്ത്രം ഓർത്തു വെച്ചേക്കണേ. സെറ്റാണ് രസതന്ത്രം. ഇനി അടുത്തതിലേക്ക് പോകാം. സമാധാനം ആർക്കാണ്? നർഗീസ് മുഹമ്മദിയാണ്. സമാധാനം നർഗീസ് മുഹമ്മദി, ഇറാനാണ്. ഇറാനിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് നർഗീസ് മുഹമ്മദ് 2023 ഇനി സാഹിത്യം ജോൺ ഫ്രോസ് ആണ്. ജോൺ ഫ്രോസ് നോർവേ ആണ്. PYQ ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PYQ ആണ്. ദെൻ അതെന്തിനാണ്? പറച്ചിലാണ്. എന്തിൻ്റെ? നൂതന നാടകങ്ങളുടെയും ഗദ്യങ്ങളുടെയും പറച്ചിലുള്ള സംഭാവനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. ആർക്കാണ്? സാഹിത്യത്തിനായിട്ട്. ആർക്ക്? ജോൺ ഫ്രോസ് സാഹിത്യം നോർവേ. സെറ്റാണ്. ഇനി അടുത്ത സാമ്പത്തിക ശാസ്ത്രം നമ്മളിപ്പം പറഞ്ഞാണ്. ക്ലൗഡിയ ഗോൾഡിനാണ്. USA ഓർത്തു വെക്കുക. USA ആണ്. ചോദിക്കാം. എന്താണ് സ്ത്രീകളുടെ തൊഴിൽ വിപണിയിലെ പ്രശ്നങ്ങൾ, ലിംഗസമത്വമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം സെറ്റായെങ്കിൽ നമുക്ക് 2024 നോബൽ സമ്മാനം നോക്കാം. 2024 നോബൽ സമ്മാനം ഒന്ന് മെഡിസിൻ ആണ്. ഫസ്റ്റ് വിക്ടർ ആംബ്രോസ്, ഗാരി റൗക്കിൻ. 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. വിക്ടർ ആംബ്രോസ്, ഗാരി റൗക്കിൻ. എന്തിനു വേണ്ടിയാണ്? മൈക്രോ RNAയുടെ കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷൻസിനും വേണ്ടിയുള്ള പങ്കാണ്. ഓക്കെ, 2 പേർക്കാണ്. വിക്ടർ ആംബ്രോസ്, ഗാരി റൗക്കിൻ. ഇനി ഫിസിക്സിന് 2 പേർക്കാണ്. ഫിസിക്സിന് 2 പേർക്കാണ്. ജോൺ ജെ ഹോപ്ഫീൽഡ്, ഫിസിക്സ് ഹോപ്പ്. ജെഫ്രി ഹിൻഡൺ. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? മിഷൻ ലേണിംഗ് കേട്ടോ. മിഷൻ ലേണിങ്ങിന്റെ സജ്ജീകരണ വികസനങ്ങൾക്ക് വേണ്ടിയാണ്. അടുത്ത കെമിസ്ട്രിയിലേക്ക് വരാം. കെമിസ്ട്രി 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ്? 2024 നമ്മൾ പറയുന്നത്. ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജെ ജംബർ. ജോൺ ജെ ജംബർ. എന്തിനു വേണ്ടിയാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ്റെ ഗവേഷണം. വേണ്ടിയാണ്. ഇനി അടുത്തയിലേക്ക് വന്ന പീസിന് ഒരു സംഘടനയ്ക്കാണ് 2024 കിട്ടിയിട്ടുള്ളത്. 2024 ആർക്കാണ്? ഒരു സംഘടന. നിഹോൺ ഹിഡൻക്യോ എന്ന് പറഞ്ഞ സംഘടനയാണ്. ജപ്പാനിലെ സംഘടനയാണ്. ആണവായുധങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നിഹോൺ ഹിഡൻക്യോ. അതാണ് 2024 കിട്ടിയത്. ഇനി ലിറ്ററേച്ചറിന് കിട്ടിയതാണ് ഹാൻഡ് ഹാങ്ങിനാണ് ലിറ്ററേച്ചറിന് കിട്ടിയത്. ലേഡിയാണ് ഹാൻഡ് ഹാങ്. ഇവരെ പറ്റി പറയുവാണെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ്. ഇനി 18ാമത് ലിറ്ററേച്ചറിന് പുരസ്കാരം കിട്ടുന്ന വനിതയാണ്. ഓക്കെ, 18ാമത് വനിതയാണ്. ഇനി അടുത്ത എന്താണ് പറഞ്ഞത്? അടുത്ത എന്താണ്? ദക്ഷിണ കൊറിയയിലെ 2ാമത്തെ വ്യക്തിയാണ്. ഓക്കെ, ഓർക്കുക. ഏഷ്യയിലെ ആദ്യത്തേതാണ്. ദെൻ അതുപോലെ തന്നെ 18ാമത്
ലിറ്ററേച്ചർ അവാർഡ് കിട്ടുന്ന വനിതയാണ്. ദെൻ ദക്ഷിണ കൊറിയയിലെ രണ്ടാമത്തെയാണ്, ഓർത്ത് വെക്കുക. ഇനി അടുത്ത എക്കണോമിക്സിനാണ് ഡാരൻ അസമോഗ്ലു, ദെൻ സൈമൺസ് ജോൺസൺ, ജെയിംസ് റോബിൻസൺ. രണ്ട് സൺ ഉണ്ടല്ലോ, രണ്ട് സൺ ഏതാണ്? 2024 24 റോബിൻസൺ, അതുപോലെ ജോൺസൺ. ഓക്കെ, ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. ഓക്കെ, സാമൂഹ്യ സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിലും അഭിവൃദ്ധിയുള്ള സംബന്ധിച്ചുള്ള പഠനത്തിനുമാണ് ഇവർക്ക് കിട്ടിയത്. ഓക്കെ, ഇത് സെറ്റാണല്ലോ 2024 23. സോ ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ഈ ഒരു ചോദ്യം ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ആക്ടിംഗ് ആയിട്ട് ചെയർമാൻ ആരും തന്നെ ഇല്ല. ഓപ്ഷൻ ഡി ആണ് വരികയെങ്കിൽ ആൻസർ വിജയഭാരതി സാനി ആയിരുന്നു വരാൻ ചാൻസ്. പക്ഷേ ഈ ചോദ്യം ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡിലീഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഇത് ക്യാൻസലായി പോവാൻ. നോക്കാം, അടുത്ത് നമുക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റ് പഠിക്കാം. നമ്മുടെ സുപ്രീം കോടതി 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ് PR ഗവായി. ഓർത്തുക, 52ാമത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഇനി ഇദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള 2ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് ആര്? 26ാമത്. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇനി അടുത്തത് CAG ആരാണ്? 15ാമത്തെ CAG ആണ്. ആരാണ്? സഞ്ജയ് മൂർത്തിയാണ്. തിരിഞ്ഞുപോലെ സഞ്ജയ് മൂർത്തിയാണ് CAG. ഇനി ISROയുടെ V നാരായണനാണ്. ISROയുടെ 10ാമത്തെ ചെയർമാനാണ് V നാരായൺ. ഓർത്തു വെക്കണേ, V നാരായൺ. A രാജരാജൻ. ഓക്കെ, ഓർത്തുക, VSSന്റെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറാണ് A രാജരാജൻ. ഓക്കെ, A രാജരാജൻ. അടുത്ത UPSCയുടെ ചെയർമാനാണ് ഡോക്ടർ അജയ് കുമാറാണ്. ഡോക്ടർ അജയ് കുമാറാണ് UPSCയുടെ ചെയർമാനായിട്ട് വരുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അത് ഗ്യാനേഷ് കുമാറാണ്. PYQ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗ്യാനേഷ് കുമാറാണ് നിലവിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ബാക്കി എത്ര? മൊത്തം 3 പേരാണ് ഉള്ളത് അല്ലേ? 3 പേരാണ്. അതിനെ ചീഫാണ് ആര്? ഗ്യാനേഷ് കുമാർ. ഇനി ബാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷണർമാർ ആരൊക്കെയാ? സുഖ്ബീർ സിംഗ് സന്ധു, പിന്നെ അതാണ് വിവേക് ജോഷി. സുഖ്ബീറും വിവേക് ജോഷിയുമാണ് ബാക്കിയുള്ള മെമ്പേഴ്സുകൾ, ബാക്കിയുള്ള കമ്മീഷണർമാർ. ഓർത്തു വെച്ചേക്കണേ. ഇനി അടുത്തയിലേക്ക് പോവാം. ഇവിടെ 16ാമത് ധനകാര്യ കമ്മീഷനാണ് അരവിന്ദ് പനഗരിയ. ഓർക്കുക, 16ാമത് ധനകാര്യ കമ്മീഷനാണ് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്നു. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരലാൽ സമേരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇനി കരസേന മേധാവി ആരാണ്? ജനറൽ ഉപേന്ദ്ര തിവാദിയാണ് നിലവിലെ കരസേന ഉപേന്ദ്ര തിവാദി. ഓർത്തുക. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അത് അനിൽ ചൗഹാൻ ആണ്. അപ്പം കരസേനയുടെ ആരാ? ഉപേന്ദ്ര തിവാദി. ഡിഫൻസ് സ്റ്റാഫ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കുക. അനിൽ ചൗഹാൻ ആണ്. വിദേശകാര്യ സെക്രട്ടറി ആണ് വിക്രം മിശ്രിയാണ് വിദേശകാര്യ സെക്രട്ടറി. തപൻ ഹെഡ്ഡെ ആണ്. എന്താണ്? തപൻ ഹെഡ്ഡെ ആണ് IBയുടെ ഇന്റലിജന്റ് ബ്യൂറോയുടെ ഡയറക്ടറാണ് തപൻ ഹെഡ്ഡെ. ഓർത്തു വെക്കുക. ഇനി അടുത്തയിലേക്ക് വന്ന കേരളത്തിലെ കുറച്ച് കാര്യത്തിലേക്ക് വരാം. കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജന്തർ ആണ് നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അതുപോലെ DGP സംസ്ഥാനത്തെ പോലീസ് മേധാവി ആരാണ്? റവാഡ A ചന്ദ്രശേഖർ ആണ്. 2025 ജൂൺ 30 അദ്ദേഹം അധികാരത്തിൽ വന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വരികയാണേ, കേരള ഹൈക്കോടതിയിലെ ഡെപ്യൂട്ടഡ് സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് AM ശാലിന. ഓക്കെ, AM ശാലിനയാണ്. OM ശാലിനയാണ് എന്തുവാണ്? ആദ്യത്തെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആവുന്ന ഹൈക്കോടതിയുടെ. ഇനി ഹൈക്കോടതിയുടെ കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോകാം. കേരള ലോകായുക്തയിലേക്ക് വരും. ലോകായുക്തയിലെ N അനിൽകുമാറാണ് ലോകായുക്ത. ഓർത്തുക, അനിൽകുമാർ. ദെൻ അടുത്തത് വിവരാവകാശം. ഓക്കെ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? അത് രത്തൻ കുമാർ കേൽക്കർ ആണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ. എന്നാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.
കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷനാണ് പി സതീദേവിയാണ്. പി സതീദേവി. കലാമണ്ഡലം ചാൻസലറാണ് മല്ലിക സാരാഭായി ആണ്. ഓർത്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് പേരുടെ കാര്യങ്ങൾ നോക്കാം. സ്പീക്കർ നമുക്കറിയാം ഷംസീറാണ്. ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാറാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അടുത്തത് ധനകാര്യം KN ബാലഗോപാലാണ്. അടുത്തത് ആരോഗ്യം വനിത ശിശുക്ഷേമം വീണ ജോർജ്. ആരോഗ്യം വനിത ശിശുക്ഷേമം വീണ ജോർജ്. ഗതാഗതം KB ഗണേഷ് കുമാർ. പോർട്ട് ദേവസ്വം സഹകരണം ആരാണ്? VN വാസവനാണ്. VN വാസവൻ. എക്സൈസ് തദ്ദേശ സ്വയംഭരണം ആരാണ്? MB രാജേഷ് ആണ്. MB രാജേഷ്. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി R ബിന്ദു ആണ്. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി R ബിന്ദു. ഫിഷറീസ് സാംസ്കാരികം സിനിമ സജി ചെറിയാൻ. ഇനി പട്ടികജാതി പട്ടികവർഗം OR കേളു ആണ്. പിന്നെ തൊഴിൽ ആരാണ്? തൊഴിൽ നമ്മുടെ ശിവൻകുട്ടിയാണ് അല്ലെ. വിദ്യാഭ്യാസവും തൊഴിലൊക്കെ ശിവൻകുട്ടിയാണ്. ഓർത്തുക. ജലഗതാഗതം ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ജലഗതാഗതത്തിന്റെ ആരാണ്? ജലമായിട്ട് ബന്ധപ്പെട്ട് ആരാണ്? ഇനി കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖമായത്, കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം വിഴിഞ്ഞം പോർട്ടാണ്. വിഴിഞ്ഞം പോർട്ട്. നോക്കാം എന്തൊക്കെയാണ് പ്രത്യേകതയും നോക്കാം. ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. ഏകദേശം 18 മുതൽ 20 മീറ്റർ പ്രകൃതിദത്തമായിട്ടുള്ള ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകളുടെ മദർഷിപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റി? ഇവിടെ അടുപ്പിക്കാൻ പറ്റും. നേരത്തെയൊക്കെ നമ്മൾ ദുബായിലും സിംഗപ്പൂരിലും ആയിരുന്നു ആശ്രയിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് സ്വന്തമായിട്ട് മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യക്ക് എന്ത് ചെയ്യും? പുതിയൊരു തുറമുഖം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായോ? ഇനി അടുത്ത് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെമി ഓട്ടോമാറ്റിക് തുറമുഖമാണ്, അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് തുറമുഖം എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകൾ ഉപയോഗിക്കുന്നു. ഒരു ക്രെയിൻ നമുക്കറിയാലോ, കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുന്നതിന് വേണ്ടി കണ്ടെയ്നറിന് ക്രെയിനിൻ്റെ ആവശ്യമുണ്ട്. അത് സെമി ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഓക്കെ, രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10 നോട്ടിക്കൽ മൈൽ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ഏത് മോഡലിലാണ് ഇത് നിർമ്മിച്ചത്? PPP മോഡലാണ്. എന്താണ് PPP മോഡൽ? ആരൊക്കെയാണ് PPP? സർക്കാരുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുണ്ട്, അദാനി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. കേന്ദ്ര സർക്കാരുണ്ട്, നമ്മുടെ കേരള സർക്കാരുണ്ട്, അതുപോലെ അദാനി ഗ്രൂപ്പ്. അപ്പോൾ ഏത് മോഡലാണ്? ഈ ഒരു മോഡൽ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ. ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ഇനി അടുത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 60 വർഷമാണ് ഇതിൻ്റെ ഒരു എഗ്രിമെൻറ്റ്. 60 വർഷം കഴിഞ്ഞിട്ട് സർക്കാരിന് ഇതെന്ത് ചെയ്യും? ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഫണ്ട് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരള സർക്കാരാണ്. അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ, അത് കഴിഞ്ഞിട്ട് അദാനി ഗ്രൂപ്പാണ്. ഏറ്റവും കൂടുതൽ കേരള സർക്കാർ, അത് കഴിഞ്ഞിട്ട് അദാനി ഗ്രൂപ്പ്, ദെൻ ഫണ്ട് വരുന്നത് കേന്ദ്ര സർക്കാർ. അങ്ങനെ ആയിരിക്കും ഒരു ഫണ്ടിൻ്റെ ഒരു, അത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി എന്താണ് ഇതിൻ്റെ ചെയർമാൻ ആരാണ്? ഈ ഒരു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ ചെയർമാൻ ആരാണ്? അത് മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? അത് തുറമുഖ മന്ത്രിയാണ്. ആരാണ്? VN വാസവനാണ്. ഇനി MD ആരാണ്? ഡോക്ടർ വിദ്യ S അയ്യർ ആണ്. ഇനി CEO ആരാണ്? ശ്രീകുമാരൻ K നായരാണ് CEO ആയിട്ട് വരുന്നത്. സോ മനസ്സിലായല്ലോ. ഇനി അടുത്തിലേക്ക് വരാം. ഇതും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കാണ്. ഇതിൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്നാണ്. ഇതിൻ്റെ കോഡ് ഒക്കെ, ലൊക്കേഷൻ കോഡ് INTRV01 ഓർത്ത് വെച്ചേക്കണേ. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? അത് 2025 മെയ് 2 ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ കപ്പലാണ് ശംഖുവ കപ്പൽ 15 ആണ്. ഏത് ദിവസമാണ് വന്നത്? 2023 ഒക്ടോബർ 15 വന്നത്. 2023 ഒക്ടോബർ 15 ആദ്യത്തെ മദർഷിപ്പ് ഏതാണ്? സെൻ ഫെർണാണ്ടോയാണ് ആദ്യത്തെ മദർഷിപ്പ്. 2024 ജൂലൈയിലാണ് വന്നത്. 2024 ജൂലൈയിൽ. സോ നമുക്ക് അടുത്തിടെ ഈ ഒരു കപ്പൽ അപകടം ഉണ്ടായിരുന്നു. ആ കപ്പൽ അപകടം നടന്ന കപ്പൽ ഏതാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. MSC എൽസ 3 ആയിരുന്നു അല്ലേ.
അത് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന റൂട്ടിലായിരുന്നു ഒരു അപകടം നടന്നത്. 2025 മെയ് 25-നാണ് കേട്ടോ ഈ ഒരു അപകടം നടന്നത് എന്ന കാര്യം കൂടെ അറിഞ്ഞു പോയോ. കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞ നമ്മൾ ജലത്തിലൊക്കെ പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. സോ ആ കാര്യമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്